ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ആരെയാണ് അവരുടെ അടുക്കലേക്ക് അയച്ചത്? എ ഗ്രൂപ്പാണ്. ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ആരെയാണ് അവരുടെ അടുക്കലേക്ക് അയച്ചത്? ബിയോട് ഷണ്ടനോട് സുവിശേഷം പറഞ്ഞതാര്? എല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് ആൻസർ എല്ലാം കണക്ഷൻ ആണ് ഈ വാക്യങ്ങളെല്ലാം തന്നെ വരുന്നത്. എ ഗ്രൂപ്പിനോട് യേശുവിന്റെ മാർഗക്കാരെ പീഡിപ്പിക്കാൻ പുരോഹിതനിൽ നിന്നും അധികാരപത്രം വാങ്ങിയ വ്യക്തി ആര്? ഒരാൻസർ. അടുത്ത ബിയോട് എവിടെ വെച്ചാണ് കർത്താവ് ശൗലിനെ വിളിച്ചത്? ദമസ്കോസിലെ. അടുത്ത എ ഗ്രൂപ്പിനോട് ശൗൽ എത്ര ദിവസമാണ് കണ്ണു കാണാതെ ഇരുന്നത്? 3 ദിവസം. ശൗലിന്റെ ദേശം ഏത്? തർസോസ് ആണ്. അടുത്ത എ ഗ്രൂപ്പിനോട് ശൗലിനെ യെരുശലേമിലെ സഭയ്ക്കും ശിഷ്യന്മാർക്കും പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? അല്ല. ശൗലിനെ യെരുശലേമിലെ സഭയ്ക്കും ശിഷ്യന്മാർക്കും പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? ബർണബാസ് ആണ്. ബർണബാസ്. അടുത്ത ബി ഗ്രൂപ്പിനോട് ദീനം പിടിച്ചു മരിച്ചു ഉയർത്ത കർത്തൃ ശിഷ്യ ആര്? തബീത. അടുത്ത എ ഗ്രൂപ്പിനോട് ഇറ്റലിയ പട്ടാളത്തിലെ ശതാധിപന്റെ പേര്? കറക്റ്റ് ആൻസർ. അടുത്ത ബി ഗ്രൂപ്പ്. ഇതെല്ലാ ആൻസറും എല്ലാ അധ്യായവും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേ ആൻസറുകളാണ്. അങ്ങോട്ട് ഈ കൊർണല്ലോസിന് ദർശനമുണ്ടായ സമയം ഏത്? ഏകദേശം 9 മണി നേരമേ. അടുത്ത എ ഗ്രൂപ്പിനോട് വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചതാര് എപ്പോൾ? സമയം വേണം. വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചതാര്? സമയം 9 മണി. അടുത്ത ബി ഗ്രൂപ്പിനോട് പത്രോസ് കണ്ട തൂപ്പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്തെല്ലാമാണ്? കറക്റ്റ് ആയിട്ട് പറയണേ. ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും. അടുത്ത എ ഗ്രൂപ്പിനോട് പത്രോസിനെ വീട്ടിൽ വരുത്തി പ്രസംഗം കേൾപ്പാൻ ആഗ്രഹിച്ചത് ആര്? എല്ലാ ആൻസറും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ്. കൊർണല്യോസ്. അടുത്ത ബി ഗ്രൂപ്പിനോട് തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയാൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് പിറുപിറുത്തത് ആര്? യവനഭാഷക്കാർ. അടുത്ത എ ഗ്രൂപ്പിനോട് മേശമേൽ ശുശ്രൂഷിപ്പാൻ എങ്ങനെയുള്ള പുരുഷന്മാരെയാണ് തെരഞ്ഞെടുത്തത്? പുരുഷന്മാരെ തെരഞ്ഞെടുപ്പാനാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. എങ്ങനെയുള്ള പുരുഷന്മാരെയാണ് തിരഞ്ഞെടുക്കാൻ അപ്പോസ്തലന്മാർ പറഞ്ഞത്? അല്ല, അതിന് കറക്റ്റ് ഇതുണ്ട്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള പുരുഷന്മാർ. ബിക്കാണ് ആൻസർ. അടുത്ത ബി ഗ്രൂപ്പിനോട് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷൻ ആര്? സ്തെഫാനോസ്. അടുത്ത എ ഗ്രൂപ്പിനോട് എല്ലാ ഈസി ക്വസ്റ്റ്യൻ. മേശമേൽ ശുശ്രൂഷിപ്പാൻ എത്ര പുരുഷന്മാരെയാണ് തിരഞ്ഞെടുത്തത്? 7 പേര്. അടുത്ത ബി ഗ്രൂപ്പിനോട്
യഹൂദ മത അനുസാരിയായ അന്ത്യോക്യക്കാരൻ ആര്? ആ നിക്കോലോവ്. അടുത്ത എ ഗ്രൂപ്പിനോട്, അബ്രഹാം എവിടെ ഇരിക്കുമ്പോഴാണ് ദൈവം പ്രത്യക്ഷമായത്? എയോട് അബ്രഹാം എവിടെ ഇരിക്കുമ്പോഴാണ് ദൈവം പ്രത്യക്ഷമായത്? അല്ല. എ ഗ്രൂപ്പ് പാസ് ചെയ്യാൻ പോണേ. അല്ല അല്ല മൊസപ്പൊത്തുമേൽ. അടുത്ത ബി ഗ്രൂപ്പിനോട്, സ്റ്റെഫാനോസിനോട് തർക്കിച്ചവർ ആരൊക്കെ? ലിബർത്തീനർ എന്ന പള്ളിക്കാർ, കുറേനക്കാർ, അലക്സാന്ദ്രിയക്കാർ, കിലിക്യ, ആസിയ എന്ന ദേശക്കാർ. അവര് മൊത്തം പറഞ്ഞു. ഞാനത് ഒന്നുകൂടെ എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എയോട്. ഇനി അവര് 2 മാർക്ക് കൊടുക്കുക. സ്റ്റെഫാനോസിന്റെ അവസാനത്തെ വാക്കുകൾ ഏവ? എ ഗ്രൂപ്പിനോട്, സ്റ്റെഫാനോസിന്റെ അവസാന വാക്കുകൾ ഏവ? കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുത്. താങ്ക് യു. എ ഗ്രൂപ്പിന് 8 പോയിന്റ്, ബി ഗ്രൂപ്പ് 10, 12.